എല്ലാവർക്കും നമസ്കാരം. UNA നേഴ്സസ് ബഹ്റൈൻ ഫാമിലി മെയ് 12 ഇൻ്റർനാഷണൽ നേഴ്സസ് ഡേ ആണ്. ലോകത്തിലുള്ള എല്ലാ നേഴ്സുമാർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. UNA എന്ന് പറയുന്നത് ഒരു ആഗോള സംഘടനയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, GCC, യൂറോപ്പ്, അമേരിക്ക എന്നീ രാജ്യങ്ങൾ ഇത് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് UNA എന്ന സംഘടന. അതുപോലെ തന്നെ നമ്മൾ UNA ബഹ്റൈൻ ഫാമിലി ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷക്കാലമായിരിക്കുകയാണ്. 780-ൽ പരം ആൾക്കാർ നമ്മുടെ സംഘടനയിലുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ നേഴ്സസ് ഡേ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. UNA ബഹ്റൈൻ നേഴ്സസ് മെമ്പേഴ്സായ ആൾക്കാരെ 20 വർഷത്തിൽ മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള നേഴ്സുമാർക്ക് വേണ്ടിയിട്ട് ഒരു ഫ്ലോറൻസ് ഹോണേഴ്സ് എന്ന അവാർഡ് കൊടുക്കാൻ വേണ്ടി മെയ് 12 KC ഹാളിൽ നമ്മൾ 7 PM സംഘടിപ്പിക്കുന്ന അവാർഡ് സെറമണിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. UNA എന്ന സംഘടന ബഹ്റൈനിൽ തുടങ്ങുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാകും, എല്ലാ നേഴ്സുമാരെയും ഒരേ കുടക്കീഴിൽ എങ്ങനെ കൊണ്ടുവരും എന്നതിനെക്കുറിച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഞങ്ങൾ ഇതിന് തുടക്കം കുറിച്ചുവെങ്കിലും ഇനാഗുറേഷൻ ചെയ്തത് ഫെബ്രുവരി 3 ഇന്ത്യൻ ക്ലബ്ബിൽ വെച്ചായിരുന്നു. പക്ഷേ അവിടെ വന്ന് നിറഞ്ഞ നേഴ്സുമാർ ഏതായാലും 2000-ൽ പരം നേഴ്സുമാരാണ് അവിടെ വന്നിരുന്നത്. എല്ലാവരും ചോദിച്ചു, ഇവർക്കെല്ലാം എങ്ങനെ ഓഫ് കിട്ടി, ഇവരെങ്ങനെ എല്ലാം ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത്, എങ്ങനെ ഇത്രത്തോളം നേഴ്സുമാർ ബഹ്റൈനിലുണ്ടോ എന്ന് തന്നെ എല്ലാവർക്കും ആശങ്കയായിരുന്നു. പക്ഷേ അന്നത്തെ പ്രോഗ്രാമോട് കൂടിയാണ് നമുക്കിനിയും പ്രോഗ്രാമുകൾ ചെയ്യാൻ കഴിയും, ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വരികയുണ്ടായി. എല്ലാവർക്കും അറിയാമല്ലോ, ഒരു നേഴ്സിൻ്റെ ജോലി തിരക്കുകൾ, അവരുടെ ഷിഫ്റ്റുകൾ എല്ലാം മാറി മറിഞ്ഞ് വരുന്നൊരു സംഭവങ്ങളാണുള്ളത്. ചിലവർക്ക് ഈവനിങ് ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ആയിട്ട്, പിന്നെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള എന്തെല്ലാം ശാരീരികമായ അസ്വസ്ഥതകളും ഒക്കെ ഉണ്ട് എല്ലാ നേഴ്സുമാർക്കും. അതെല്ലാം മറന്നിട്ടാണ് നമ്മളൊരു രോഗിയെ പരിപാലിക്കുന്നത്. അതുകൂടാതെ അവർക്കൊരു സ്ട്രെസ് റിലീഫിനും കൂടെയാണ് UNA നേഴ്സസ് ബഹ്റൈൻ ഫാമിലി നമ്മളൊരു സോഷ്യൽ വെൽഫെയർ ഗ്രൂപ്പ് തന്നെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. UNAയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ അംഗങ്ങൾക്ക് മാത്രമല്ല, അതുകൂടാതെ അവരുടെ ഫാമിലീസിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ നേഴ്സുമാരും എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ വീടും കൂടുമൊക്കെ വിട്ട് നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലുമൊക്കെയാണ് താമസിക്കുന്നത്. അപ്പം ചില സമയത്ത് അവരുടെ പേരൻസ് മാത്രമായിരിക്കും നാട്ടിലുള്ളത്, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ആയിരിക്കും. അപ്പം നമ്മൾ ഈ സംഘടനയെന്ന് പറയുന്നത് ഞാൻ നേരത്തെ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇൻ്റർനാഷണലും പിന്നെ നാട്ടിലും എല്ലാം നമുക്കിതിന് പ്രത്യേകം ഗ്രൂപ്പുകളുണ്ട്. അപ്പം അവരുടെ പേരൻസ് ആരെങ്കിലും ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടേഴ്സിനെ വേണം എന്നതിനെക്കുറിച്ച് നമ്മുടെ ഗ്രൂപ്പുകളിൽ അവർ മെസ്സേജ് ഇടുകയും അതിൻ്റെ കറക്റ്റായിട്ടുള്ള പേഷ്യൻറ്റിൻ്റെ പിന്നെ ഇപ്പോഴത്തെ ഡെയിലി അവരുടെ ചെക്കപ്പ്, അവരുടെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നാട്ടിലുള്ള നമ്മുടെ UNA മെമ്പേഴ്സിനെ അറിയിച്ച് അവരത് പോയി കണ്ടുപിടിച്ചിട്ട് ഈ നമ്മുടെ UNAയിലുള്ള ആളുകൾക്ക് കറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ UNAയിലുള്ള മെയിൻ ആയിട്ടുള്ള നമ്മൾ ചെയ്യുന്നത് ജർമ്മൻ ഭാഷ, OET എന്നിവയ്ക്ക് പ്രാക്ടീസ് കൊടുക്കാനുള്ള സപ്പോർട്ടുകളെല്ലാം നമ്മൾ കൂടുതലും ചെയ്തു വരുന്നുണ്ട്. അതേപോലെ ഇപ്പം എല്ലാവർക്കും അറിയാം, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എല്ലാ നേഴ്സുമാരും അങ്ങോട്ടേക്കാണ് ചേക്കേറുന്നത്. അവർക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജർമ്മൻ ഭാഷ, OET എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടുകളും നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പം നേഴ്സുമാരുടെ ജോലി വേക്കൻസി ഉണ്ട്, അല്ലെങ്കിൽ യൂറോപ്പിൽ വേക്കൻസി ഉണ്ട്. ഫേക്കായിട്ടുള്ള പല ഇൻ്റർവ്യൂസും അല്ലെങ്കിൽ പല ജോലിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫേക്കായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് കാണും. നമ്മളത് കറക്റ്റ്, ഇത് ജെന്യുവൻ ആണോ, ഇത് കറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് അറിയിച്ച് അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കാറുണ്ട്. അപ്പം UNAയുടെ മെയിൻ നമ്മുടെ അജണ്ട എന്ന് പറയുന്നത് ബഹ്റൈനിലുള്ള എല്ലാ നേഴ്സുമാരെയും, എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും എല്ലാ നേഴ്സുമാരെയും ഒരേ കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണ സപ്പോർട്ടും എപ്പോഴും ഞങ്ങൾക്ക് UNAയ്ക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ പ്രത്യേകം എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് UNA നേഴ്സസ് ബഹ്റൈൻ ഫാമിലിയിലെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, സെക്രട്ടറി അരുൺജിത്ത്, ട്രഷറർ നിതിൻ, ബാക്കിയുള്ള എല്ലാ എക്സിക്യൂട്ടീവ്സും ഓരോരുത്തരുടെയും പേര് എടുത്ത് ഞാൻ പറയുന്നില്ല. ഓരോ വ്യക്തികളുടെ പ്രവർത്തന ഫലം കൊണ്ടാണ് നമ്മുടെ ഇന്ന് UNA ബഹ്റൈൻ ഇത്രയും അറിയപ്പെടുന്നത്. എല്ലാവർക്കും പ്രത്യേകം എൻ്റെ നന്ദി അറിയിക്കുന്നു. ഏഷ്യ ബഹ്റൈൻ.